എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എന്നൊരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് കോമണിൽ നിന്നും 1, 2, 3, 4 പേരെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന ഒരു പ്രീ ഷോയാണ് ഈ അഗ്നിപരീക്ഷ. ഈ അഗ്നിപരീക്ഷയിൽ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നൊരു സംഭവമാണിത്. താഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ്റെ ജീവിതകഥയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മ കന്നഡക്കാരിയും അച്ഛൻ കേരളത്തിലുള്ള വ്യക്തിയായിരുന്നു. അമ്മ കേരളത്തിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ഭാഷ ഒന്നും അറിയത്തില്ലായിരുന്നു. വീടും കാര്യങ്ങളും ഒന്നുമില്ല. തൊട്ടടുത്തുള്ള ഗുജറാത്തി കുടുംബമൊക്കെ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സെൽഫ്ലെസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചു. അവിടെ മുതൽ ഞാൻ സെൽഫ്ലെസ്സായി. പക്ഷേ ആ സെൽഫ്ലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒരുപാട് ദോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി എന്ന രീതിയിലാണ് ടാഷ് പറയുന്നത്. അതായത് അമ്മ പറഞ്ഞൊരു ഡയലോഗാണ്, എടാ നമുക്ക് കൊടുത്താലേ കിട്ടത്തുള്ളൂ എന്ന്. ആ കൊടുത്താലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഇടത്തു നിന്ന് ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ടാഷ് മാറിയെന്നും ആ സെൽഫ്ലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു വലിയ അപകടത്തിൽ കൊണ്ട് എത്തിച്ചു എന്നും ടാഷ് പറയുന്നു. ടീനേജ് ആയപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ടാഷ് പെട്ടു. അതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് എന്നാണ് ടാഷ് പറഞ്ഞത്. ഏകദേശം 5-6 വർഷം നീണ്ടു നിന്ന റിലേഷൻഷിപ്പായിരുന്നു അത്. ഹി വാസ് മാഡ്ലി ഇൻ ലവ് വിത്ത് ഹെർ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ചോര കൊണ്ടൊക്കെ ഇങ്ങനെ ലെറ്ററൊക്കെ എഴുതി കൊടുക്കുന്ന തരം ഒരു പ്രണയമുണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു പ്രണയമായിരുന്നു ടാഷിന് ആ പെൺകുട്ടിയോടുള്ളതെന്നും പറയുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ പഠിക്കാനായിട്ട് ഈ കുട്ടി ന്യൂസിലൻഡിലേക്ക് പോയി. എന്നാൽ ന്യൂസിലൻഡ് ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തിയുടെ ഫ്രണ്ട് വിളിച്ച് ടാഷിനോട് പറഞ്ഞു അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു, ആക്സിഡൻറ്റിൽ ഈ പെൺകുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞു. വളരെ ബ്രോക്കായി നിൽക്കുന്ന ഈ സമയത്ത് കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ വ്യക്തത ടാഷിന് വന്നത്. ഇതൊരു ചതിവായിരുന്നു. ഇങ്ങനെയൊരു മരണം അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്സിഡൻറ്റ് ന്യൂസിലൻഡിൽ നടന്നിട്ടില്ല എന്നുള്ള ഒരു ന്യൂസാണ് കേട്ടത്. ശരിക്കും ആ ഒരു ആക്സിഡൻറ്റ് ഒരു നുണയായിരുന്നു, അത് സത്യമായിരുന്നില്ല. ഒരു രീതിയിലും ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാതായപ്പോൾ ഈ പുള്ളിക്കാരത്തിയെ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ ഈ പുള്ളിക്കാരത്തി മരിച്ചിട്ടില്ല എന്നുള്ള ആ വിവരം ടാഷ് അറിയുകയും ചെയ്തു. അതായത് പുള്ളിക്കാരത്തിക്ക് ടാഷിനെ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാനായിരുന്നു ഇത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ്ലെസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി ടാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞത്, ഈ പെൺകുട്ടിക്ക് വേണ്ടി ടാഷ് സുന്നത്ത് ചെയ്തായിരുന്നു എന്ന കാര്യമാണ് ടാഷ് വെളിപ്പെടുത്തിയത്. അത്രമാത്രം ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് സുന്നത്ത് വരെ ചെയ്യാൻ തയ്യാറായ ഒരു ആൺകുട്ടിയെ ഒഴിവാക്കി ഒരു മരണ നാടകം കളിച്ചിട്ട് കാമുകി തേച്ചിട്ട് പോയി എന്നുള്ള ഒരു കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഇനി മുതൽ ഞാൻ സെൽഫ്ലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തിയെന്നും ഇപ്പം ഞാൻ സെൽഫിഷ് ആണെന്നും കൂടെ പറഞ്ഞ് ടാഷ് നിർത്തുന്നു. എന്തായാലും ന്യൂസിലൻഡിലിരുന്ന് ഈ കാമുകി ഇപ്പോൾ ഈ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഒരാളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ള എല്ലാ അവകാശവും എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇതേപോലെ പല രീതിയിലും അവരെ യൂട്ടിലൈസ് ചെയ്യുകയും അതേപോലെ എക്സ്ട്രീമായിട്ടുള്ള ഈ സുന്നത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മരണനാടകമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ചെക്കനെ തേച്ചത് വളരെ മോശമായിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ, എന്താണ് പെൺകുട്ടിയുടെ വേർഷൻ എന്ന് നമുക്കറിയത്തില്ല, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നിരുന്നാലും ഇത് സത്യമാണെങ്കിൽ ആ പെൺകുട്ടി ചെയ്തത് വളരെ മോശമാണെന്ന് പറയാനുള്ളൂ. കാരണം ജസ്റ്റ് ഒരു തേപ്പ് പോലെയല്ല, പകരം ആ ചെക്കനെ സുന്നത്ത് വരെ ചെയ്യിപ്പിച്ചിട്ട് അവസാനം അതിനെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ ചീപ്പും മോശവുമായിപ്പോയെന്ന് പറയാതെ വയ്യ. പണ്ടത്തെ ഒരു ആർമി കഥ ഓർമ്മയുണ്ടല്ലോ, അതുപോലെയുള്ളൊരു കഥയാണോ ഇതെന്ന് അറിയത്തില്ല. അങ്ങനെയൊരു കഥ അല്ലെങ്കിൽ ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണ്. ഇനി അങ്ങനൊരു കഥയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം ബിഗ് ബോസാണ്. ഇവിടെ ആരൊക്കെ എങ്ങനെയൊക്കെ പറയുമെന്നും എന്തൊക്കെ സത്യങ്ങളാണ് എന്തൊക്കെ നുണകളാണ് വരുന്നതെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് പഴയ കഥ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇക്കാര്യത്തിൽ. ഇത് സത്യമാണെങ്കിൽ പെൺകുട്ടി ചെയ്തത് തെറ്റ്, സത്യമല്ലെങ്കിൽ ഈ പറഞ്ഞ പൊട്ടക്കഥയ്ക്ക് അവിടെ ഇരുന്ന് ജഡ്ജസ് എല്ലാവരും ഇരുന്ന് കരഞ്ഞിരുന്നു. അത് കരഞ്ഞത് വെറുതെ ആയിപ്പോയെന്നേ പറയാനുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.